കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ എപ്പോഴും വാർത്ത പിടിക്കുന്ന സംഭവമാണ്. ഒന്ന് KSRTC, അതല്ലെങ്കിൽ ലൈസൻസിൻ്റെ കാര്യം, ട്രാൻസ്പോർട്ട്, റോഡ് ട്രാൻസ്പോർട്ട്, അതേപോലെ തന്നെ KSEB. ഇപ്പോൾ ഒരിക്കൽ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത്, ദൈവം വിചാരിച്ചാൽ പോലും KSRTC അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കലും രക്ഷപ്പെടില്ല. അതുപോലെ തന്നെ അത് KSEB ആ രീതിയിൽ ആയി മാറി. ഇനി 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഗണേഷ് കുമാർ റോഡ് ട്രാൻസ്പോർട്ട് അതേപോലെ KSRTCയുടെ മന്ത്രിയായി. ഇവിടുത്തെ ഡിജിറ്റൽ മീഡിയ, മറ്റുള്ള മീഡിയ, സോഷ്യൽ മീഡിയയിലൊക്കെ ഗണേഷ് കുമാർ ഇൻ്റർവ്യൂ കൊടുക്കുന്നു. KSRTCക്ക് പുതിയതായിട്ടൊരു ജീവിതം വരുന്നു, KSRTC ലാഭത്തിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, വലിയ സമയമൊന്നും ആയിട്ടില്ല, ഞാനൊരു വീഡിയോ ചെയ്തു. ഗണേഷ് കുമാറിന് ഒരു കാരണവശാലും CPMO, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതേപോലെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലിരിക്കുന്ന മന്ത്രിമാരോ ഒരു കാരണവശാലും കയറൂരി വിടുകയില്ല. കാരണം എല്ലാം ആ പാർട്ടിയുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെയും യൂണിയൻ്റെയും നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിനെപ്പറ്റി ഗണേഷ് കുമാറിനെ ഇങ്ങനെ പുകഴ്ത്തി വലിയ സംഭവങ്ങളൊക്കെ പറയുകയാണ്. അത് അക്ഷരാർത്ഥത്തിൽ അത് സത്യമാണ് എന്ന് 2-3 ദിവസം കൊണ്ടുള്ള സംഭവത്തിൽ തെളിഞ്ഞു. നമുക്കറിയാവുന്ന വസ്തുതയാണ്, കേരളത്തിലെ റോഡുകൾ, അതായത് ഇന്ത്യയിലെ ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലെ ചില റോഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേപോലുള്ള റോഡുകളാണ് കേരളത്തിൽ ഉള്ള 6 റോഡുകളാണ്. ഇപ്പോൾ പുതിയതായിട്ടൊരു നാഷണൽ ഹൈവേ വരും 2025 അത് ഇനാഗുറേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഏകദേശം 600 കിലോമീറ്റർ. ഗണേഷ് കുമാർ വളരെ സിൻസിയറായിട്ടാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയും അതിൻ്റെ അകത്ത് വരേണ്ട അപ്ഡേഷൻ, അദ്ദേഹം പുതിയൊരു നിയമവും പോളിസിയും കൊണ്ടുവരുന്നത്. അത് ഏറ്റവും നല്ലത്. ഇപ്പോൾ കേരളത്തിൽ സത്യം പറയാം, എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്, അക്ഷരാർത്ഥത്തിൽ പേടിയാണ്. എന്നാൽ ഞാൻ ലോകത്ത് പലയിടത്തും, ഇന്ത്യയിലെ പല സംസ്ഥാനത്തും വണ്ടി ഓടിച്ചിട്ടുണ്ട്, പക്ഷേ കേരളത്തിൽ ഓടിക്കാൻ എനിക്ക് പേടിയാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ 3 വീലറായിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷ, അവരുടെ ധാരണ മറ്റേ എയർക്രാഫ്റ്റിന് 3 വീലേ ഉള്ളൂ. ആ രീതിയിലാണ് അവരത് ഓടിക്കുന്നത്. എപ്പോഴാണിത് തിരിയേണ്ടത്, തിരിക്കേണ്ടതൊന്നും അതിൻ്റെ പുറകിൽ വരുന്ന വണ്ടികൾക്ക് ഇതൊന്നും യാതൊരു ബോധവുമില്ല, അവരെവിടെയും തിരിക്കാം. നമ്മൾ ഇന്ന് ടെലിവിഷനിലൊക്കെ ഇത് കാണുമ്പോൾ റോഡ് ആക്സിഡൻറ്റിൻ്റെ എണ്ണം എത്രമാത്രം കൂടുന്നു. അപ്പം അതിൻ്റെ ഇപ്പോൾ CCTV ഫുട്ടേജും ഒക്കെ കയറി വരുമ്പോൾ ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കേണ്ടതാണ്. ഏകദേശം 90% റോഡ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡ്രൈവർമാരുടെ അലംഭാവമാണ് എന്ന് സയൻറ്റിഫിക്കലി തെളിഞ്ഞ സംഭവമാണ്. അതേപോലെ 2 വീലർ എങ്ങനെയാണ് അവർ റൈഡ് ചെയ്യുന്നത്, അൺപ്രഡിക്റ്റബിളാണ്. ഇപ്പം പുതിയതായിട്ട് വാഹനം ഓടിക്കാൻ പഠിച്ചിട്ട് ഇവർ ഇതുമായിട്ട് നിരത്തിലിറങ്ങുമ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട കുറച്ച് മാൻഡേറ്ററി കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളിടത്തില്ല, മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനത്തില്ല. എന്തിനാണ് ഇവിടെ വേണം എന്ന് പറയുന്ന ഒരു കൂട്ടം വൃത്തികെട്ട ആളുകൾ, അതായത് നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്, ഈ ഡ്രൈവിംഗ് ലൈസൻസ് അത് പഠിപ്പിക്കുന്ന സ്കൂളും ഈ അതോറിറ്റിയുമായിട്ടുള്ള അവിഹിത ബന്ധം. അതിൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, എല്ലാ വർഷവും ഇതിൻ്റെ ഇലിസിറ്റായിട്ടുള്ള പണമെന്ന് പറയുന്നത്, ഈ ഡ്രൈവിംഗ് സ്കൂളും ഈ MVDയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് 500 മുതൽ 600 കോടിയുടെ കറപ്ഷനാണ്. അതായത് ഡ്രൈവിംഗ് സ്കൂളും ഈ പറയുന്ന MVD ആയിട്ട്, കാരണം എന്തോ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം ഇവർ പറയുന്നത്. അതായത് ഇതേ മലയാളികൾ തന്നെ മിഡിൽ ഈസ്റ്റിൽ പോയിട്ട് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഈ പറയുന്ന എല്ലാവരും ഓരോന്നായിട്ട് എടുക്കും. അവിടെ അവർക്ക് എടുക്കാം, പക്ഷെ കേരളത്തിൽ അവർക്ക് ഇതൊന്നും എടുക്കാൻ പാടില്ല. അതിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുമിച്ച് CITU, പല പൊളിറ്റിക്കൽ പാർട്ടി അതിൻ്റെ പേരിൽ പ്രകടനം നടത്തുന്നു, സംഭവം മുടക്കുന്നു. ആലോചിച്ച് നോക്കുക.
അതിന് സപ്പോർട്ട് ആരാണ്? ഈ പറയുന്ന അതോറിറ്റി, അതായത് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ, അതല്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന MVD. ഇവരും തമ്മിലുള്ള അൺഹോളി നെക്സസ് ആണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നു കേരളം ഭരിക്കുന്ന പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി. എന്ത് ചെയ്യാൻ പറ്റും? അതായത് റോഡുകളിൽ ആളുകൾ എത്ര പേര് ആക്സിഡൻറ്റിൽ മരിക്കുന്നു, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷെ അവരുടെ ബിസിനസ്സും കച്ചവടവും അവരുടെ റാക്കറ്റും മാഫിയ അത് പൂർണ്ണമായിട്ട് മുന്നോട്ട് പോകണം. ഗണേഷ് കുമാറിന് എന്ത് ചെയ്യാൻ സാധിക്കും? സിമ്പിൾ ചോദ്യമാണ്. അതിൻ്റെ അകത്ത് എന്ത് പുതിയ നയങ്ങൾ കൊണ്ടുവന്നാലും അതിനെ മുഴുവനും എല്ലാ രീതിയിലും തച്ചുടയ്ക്കുന്ന നമ്മുടെ യൂണിയനും ഈ പറയുന്ന ഡ്രൈവിംഗ് സ്കൂളും ഈ മാഫിയായും പൊളിറ്റിക്കൽ നെറ്റ്വർക്കും നമ്മുടെ ഒന്നാമത് പൊളിഞ്ഞ നാശമായ ഒരു സിസ്റ്റം, അതിനെ എങ്ങനെങ്കിലും ശരിയാക്കി എടുക്കുവാൻ വേണ്ടി ഗണേഷ് കുമാർ ശ്രമിക്കുമ്പോൾ അതിനെ എല്ലാ രീതിയിലും പാരവെച്ച് തുലയ്ക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥ സമ്പ്രദായം, ഇതെല്ലാം കൂടെ മിക്സ്ഡാണ് സംഭവം. പിന്നെ എങ്ങനെ റോഡുകളിലെ ആക്സിഡൻറ്റ് കുറയ്ക്കാൻ സാധിക്കും? സിമ്പിൾ ചോദ്യമാണ്. ഇതിനൊന്നും ഉത്തരം കൊടുക്കുവാൻ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ അയാളുടെ പാർട്ടിക്കോ തയ്യാറല്ല. ഇപ്പം ഇതിനകത്ത് ഞാൻ കാണുന്ന ഒരു സംഭവമുണ്ട്. ഗണേഷ് കുമാറിന് ഞാൻ ഒരു പേഴ്സണലായിട്ട് പറയുവാണ്, എനിക്ക് ഗണേഷ് കുമാറിനെ ഇഷ്ടമൊന്നുമല്ല. ഉമ്മൻചാണ്ടിയും ആ സോളാർ ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ എനിക്ക് അയാൾ പേഴ്സണലി ഇഷ്ടമൊന്നുമല്ല. കാരണം അയാൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കാരണവശാൽ കാണിച്ചത് മുഴുവൻ അബദ്ധവും വൃത്തികേടുമാണ് കാണിച്ചത്. പക്ഷേ ആസ് എ അഡ്മിനിസ്ട്രേറ്റർ അയാൾ കൊണ്ടുവന്ന പുതിയ നയങ്ങൾ, അതായത് റോഡ് ആക്സിഡൻറ്റ് കുറയ്ക്കുക, അതേപോലെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് വെറുതെ ഒരു പേരിനല്ല, അത് ഡ്രൈവിംഗ് പഠിച്ചവന് മാത്രമേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. ഇതൊരു മാൻഡേറ്ററി ആയി കഴിയുമ്പോൾ അതിനെ തുലയ്ക്കാനും നശിപ്പിക്കുവാനും ഇവിടെ എല്ലാവരും തയ്യാറായി. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മീഡിയയും തയ്യാറായി. എന്തുകൊണ്ടാണ് കേരളത്തിലെ മീഡിയ പറയാതിരുന്നത്? അവരുടെ ചാനലുകളിൽ തന്നെയാണ് വരുന്നത്. ഒരു ദിവസം എത്ര ആക്സിഡൻ്റ് ഉണ്ടാകുന്നു, ഇത് കുറയ്ക്കാനൊരു വഴി പറയാം. അതേപോലെ തന്നെ പുതിയ ഹൈവേ വരികയാണ്. അതായത് ഇതേപോലെയുള്ള ഡ്രൈവിങ്ങും പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ 600 കിലോമീറ്റർ സ്ട്രെച്ചിലുണ്ടാകാൻ പോകുന്ന ആക്സിഡൻറ്റ് എത്ര ശതമാനമാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ആലോചിച്ച് നോക്കേണ്ട സംഭവമാണ്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് കേരളത്തിലെ KSEB, അതിനെപ്പറ്റി ഏറ്റവും തമാശ എന്ന് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞു ലോഡ് ഷെഡിങ് ഉണ്ടാകാൻ പോകുന്നു, പുറത്തു നിന്നുള്ള പവർ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പവറിൻ്റെ ഷോർട്ടേജ് ഉണ്ടാകുന്നത്, പവറിൻ്റെ കൺസംഷൻ കൂടുതലാണ്. എൻ്റെ അനുഭവം പറയാം. ആലുവയിൽ ഞാൻ താമസമായ സമയത്ത് ഞാൻ ഈ സോളാറിൻ്റെ കണക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു. സാധനമെല്ലാം ഫിറ്റ് ചെയ്ത് എനിക്ക് ഇലക്ട്രിസിറ്റി വകുപ്പ് 1 വർഷമാണ് എന്നെ ഈ കണക്ഷൻ തരാതെ, എല്ലാം ഫിറ്റ് ചെയ്തിട്ട് അവർ തരാതിരുന്നത്. കാരണം അത്ര വൃത്തികെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഈ KSEBയിലുള്ളത്. ഈ KSEBയുടെ ഈ പറയുന്ന മന്ത്രിയുടെ ആവശ്യമൊന്നും KSEBക്കില്ല. ഒരു ബോർഡാണ്, ഒരു കമ്പനിയാണ്. കമ്പനി നടത്താൻ എന്തിനാണ് മന്ത്രിയുടെ ആവശ്യം? കാരണം പുതിയ പ്രോജക്റ്റുകളൊന്നും കേരളത്തിൽ വരുന്നില്ല. വന്നാൽ തന്നെ അത് കമ്പനിക്ക് നടത്താൻ പറ്റൂ. ഒരു മന്ത്രിയും പേഴ്സണൽ സ്റ്റാഫിൻ്റെ ആവശ്യം എന്തിനാ? അതിൻ്റെ പോളിസി, കാരണം പ്രത്യേകിച്ച് പോളിസി ഒന്നുമില്ല. എന്ത് പോളിസിയാണ് ഇവിടെ മന്ത്രി എടുക്കാനുള്ളത്? ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ സോളാറുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഇത് ഫ്ലെക്സിബിലിറ്റി അല്ല KSEB കൊടുക്കുന്ന സാങ്ഷൻ എന്ന് പറയുക. പെർമിഷൻ കൊടുത്താലേ വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ പല വീടുകളിലും ഈ സോളാർ ഫിറ്റ് ചെയ്യാൻ അവർക്ക് അനുവാദം കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് എത്ര രൂപയ്ക്കാണ് പുറത്തുനിന്ന് എടുക്കുന്ന ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞ് അവർ നമുക്ക് വിൽക്കുന്നു. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഇന്ത്യയിലാകമാനും ലോകത്താകമാനും സോളാർ ഗ്രീൻ എനർജി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നല്ല വെയിലുള്ള സമയത്ത് ഇതിൻ്റെ ആവശ്യമായിട്ട് സംഭവം വളരെ സ്മൂത്തായിട്ട് പോകേണ്ട കാര്യമാണ് ഈ KSEB മന്ത്രിയും അവരുടെ ബോർഡും കൂടെ ചേർന്ന് കുളവാക്കിയേക്കുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഈ KSRTCയും KSEBയും പൂർണ്ണമായിട്ടങ്ങ് പ്രൈവറ്റൈസ് ചെയ്യണം. ഈ മന്ത്രിമാരുടെ ആവശ്യമില്ല, ഈ ബോർഡിൻ്റെ യൂണിയൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ 2 സാധനം വളരെ സ്മൂത്തായിട്ട് നടക്കും. എല്ലാവർക്കും അവരുടെ രീതിയിലുള്ള ഇലക്ട്രിസിറ്റി കിട്ടും. ഈ പ്രൈവറ്റ് കമ്പനികൾ അതിൻ്റെ അകത്തുനിന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ഗവൺമെൻറ് തലയിൽ കൊണ്ട് നടക്കേണ്ട സാധനമല്ല KSRTCയും ഈ KSEBയും. ഇത് എത്രയോ സ്റ്റേറ്റുകൾ ഇത് പ്രൈവറ്റൈസ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഓടുന്നു. ഇവിടെയും അത് രാഷ്ട്രീയം കയറി കോളവാക്കുകയാണ്.
അതുകൊണ്ട് ആരാ അനുഭവിക്കുന്നത്? സാധാരണക്കാരൻ അനുഭവിക്കുന്നു. ഗവൺമെൻറ്റിന് യാതൊരു പ്രശ്നവുമില്ല, പാർട്ടി സഖാക്കൾക്കും വളരെ സന്തോഷം. ഈ സിസ്റ്റം മാറിയാൽ മാത്രമേ കേരളം നന്നാവുകയുള്ളൂ.